സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഡ്യൂട്ടി ചെയ്യാനേ ഒരുപാട് നേരം വൈകി. അപ്പൊ ജർമ്മനിയിലെ ഇനി അപ്പം പാർക്കിങ്ങും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ സൈഡാക്കിയതാട്ടോ. അത് കാണുന്നതാണ് പാർക്കിങ്. 3-4 പാർക്കിങ്ങിലൊക്കെ കയറി ഇറങ്ങി. എവിടെ ഒരു തുള്ളി സൂചി കുത്താൻ പോലും ഇടയില്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഒരു പാർക്കിംഗ് കിട്ടിയത് തന്നെ ഒരു 8-10 മിനിറ്റ് വയലേഷൻ ആയിട്ട് ഓടിയിട്ടാണ് കേട്ടോ പാർക്കിംഗ് കിട്ടിയത്. ഇങ്ങനെ കിട്ടിയ സ്ഥലമായിരുന്നു. ഇവിടെ കൊണ്ടുപോയി വെക്കുമ്പോ ഒന്നും മഞ്ഞ് ഇല്ലായിരുന്നു. അപ്പൊ അതാ രാവിലെ ആയി വെക്കുമ്പോ ഫുള്ള് മഞ്ഞ് വീണെടുക്കുന്നുണ്ട്. അവിടൊക്കെ ഈ ഗ്യാപ്പിലൊക്കെ നമ്മള് വെച്ച സ്ഥലത്ത് തന്നെ നമ്മളെ മുന്നിൽ വേറെ വണ്ടി ഇടിണ്ടായിന് കേട്ടോ. ആ വണ്ടി ഇപ്പൊ രാവിലെ ആയപ്പോ എടുത്തു പോയതാ. ഇത് പാർക്കിംഗ് നിന്ന് പുറത്തേക്ക് പോണ വൈകിന്റെ ഇവിടെ സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടെടുത്ത് വെച്ചാണ്. അപ്പൊ പുതിയ വന്ന ഡ്രൈവർമാരുടെ അറിവിലേക്ക് ചെറിയ 1-2 കാര്യം കൂടിയും പറഞ്ഞുതരാം. അപ്പം ഡെൻമാർക്ക്, നോർവേ, സ്വീഡനിലൊക്കെ ഇതേമാതിരി ബാക്കിലോ അല്ലെങ്കിൽ പാർക്കിങ്ങിന്റെ സൈഡിലൊക്കെ കിട്ടിയ ഗ്യാപ്പിൽ വണ്ടി കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാല് പോലീസ് വന്നു കഴിഞ്ഞാല് നല്ല ഫൈൻ കിട്ടും കേട്ടോ. ജർമ്മനിയില് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. ജർമ്മനി, ഇറ്റലി ഒന്നും അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഫ്രാൻസിലൊക്കെ പിന്നെ പൊതുവെ പാർക്കിങ് ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു. ഇനിയും ഇതുപോലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.